ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ റൈസ് വേവിച്ചെടുക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. സെപ്പറേറ്റ് വേവിച്ചിട്ടാണ് ബീഫ് വേറെ റൈസ് വേറെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ 1/2 കിലോ അരിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ ഇരട്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, പിന്നെ നമ്മുടെ സ്റ്റാർ അനൈസ് ഇല്ലേ, അതും കൂടെ ചേർക്കുക കേട്ടോ. അതും കൂടെ ചേർത്ത ശേഷം കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചോറ് ഒട്ടി പിടിക്കാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചാലും മതിയാവും കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ കഴുകി വെച്ച അരി 1/2 കിലോ അരിയാണ്, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 70-80% വേവോടെ ഇത് നിർത്തണം കേട്ടോ. അപ്പോൾ നമുക്കിത് 2 രീതിയിൽ വേവിച്ചെടുക്കാം. ഒന്നുകിൽ കറക്റ്റ് വെള്ളം വെച്ച് റൈസൊക്കെ ഒപ്പമായിരിക്കും, അതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേവിച്ചിട്ട് വെള്ളം മാറ്റി കളയാം. നമ്മൾ ചോറൊക്കെ ഊറ്റിയെടുക്കുന്നത് പോലെ ഊറ്റിയെടുക്കാം. നമുക്കിത് എങ്ങനെ വേണമെങ്കിൽ വേവിക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബീഫ് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. അതിനായിട്ട് ഞാൻ 1/2 കിലോ ബീഫാണ്, 1/2 കിലോ റൈസിന് 1/2 കിലോ ബീഫ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴുകി ഒരു കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇത് വേവാൻ ആവശ്യമായ ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി. മുളക് പൊടി എരിവുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാടൊന്നുമില്ല. കാശ്മീരി ചില്ലിയാണെങ്കിൽ കൂടുതലിടാം, അല്ലെങ്കിൽ ഞാനിതൊരു 3/4 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട്. ഇനി ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും ഒരു 1.5 സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയാണ്. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് ചേർക്കുന്നത്. ഞാൻ ഇനി സ്പെഷ്യലായിട്ടൊരു ബിരിയാണി മസാലയൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ഉള്ള കാര്യങ്ങൾ കൊണ്ട് ചെയ്യാണ്. അപ്പോൾ ഗരം മസാല ഞാൻ ചേർത്തു. ഇനി 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് ഓയിലൊന്നും ഒഴിക്കുന്നില്ല, ഇങ്ങനെ തന്നെ വെള്ളം ഒഴിച്ച് വേവിക്കാനാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്ന സമയത്ത് നമ്മൾ ഇനി ഒന്നുകൂടെ ചേർക്കാനുണ്ട് കേട്ടോ. ഒന്നുകൂടെ നമ്മളൊന്ന് ഉള്ളിയൊക്കെ വഴറ്റി ചേർക്കാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഇടാൻ. അപ്പോൾ എത്രയാണോ നമ്മൾ വെക്കുന്നത് അതിൻ്റെ പകുതി ഇപ്പോൾ ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച ശേഷം ഇത് ഓരോ ബീഫിനും ഓരോ വേവാണല്ലോ, അതിനനുസരിച്ച് ഞാനൊരു 6-7 വിസിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നാവട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടെ ഡ്രൈ ആവുകയും അപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണയും അതുപോലെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലാണ് നല്ലത് കേട്ടോ. ഓയിലും അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് ഉള്ളി വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ 4 സവാള എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് 1.5 സവാളയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇതിന് ഞാൻ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ബിരിയാണിയുടെ ലാസ്റ്റ് നമ്മൾ ദമ്മിടുന്ന സമയത്ത് ബിരിയാണിയുടെ മുകളിൽ ഇടാനായിട്ട് നമ്മൾ അതിലാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് വറുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ഇടുന്നില്ല, എനിക്കത് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇടുന്നില്ല. അപ്പം നമ്മുടെ ഉള്ളി വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് ഏകദേശം നല്ല സമയമാവും കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറും ബീഫും അടുത്ത് തന്നെ വേവുന്നുണ്ട്. കാരണം ഈ ഉള്ളി വഴറ്റുമ്പോൾ തന്നെ അത്യാവശ്യം സമയമാവും. അപ്പോഴേക്കും ബീഫൊക്കെ നല്ലപോലെ വെന്ത് വരും. അപ്പോൾ ഉള്ളി നല്ലപോലെ വഴറ്റിയെടുക്കുക, നല്ല ഡാർക്ക് കളറാവണം. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മാറ്റിയെടുക്കുക. കുറച്ചെണ്ണം നല്ലപോലെ ആയി, കുറച്ചെണ്ണം ആയിട്ടില്ല. അപ്പോൾ ഇനിയും വെച്ച് കഴിഞ്ഞാൽ കരിയും, അതുകൊണ്ട് ഞാനിത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ആ പാനിൽ തന്നെയാണ് ബാക്കി ചെയ്യുന്നത്. ഇനി ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർ ഓയിലോ നെയ്യോ ഒക്കെ ചേർക്കാം. ഇതിപ്പം നമ്മളെ വീട്ടിലുണ്ടാക്കിയ നെയ്യ് തന്നെയാണ്, അതുകൊണ്ട് കുറച്ച് ഞാൻ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു. ഏലക്ക ഒരു 3 ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 1/2 കിലോ റൈസേ എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു 3-4 പട്ട, കുഞ്ഞു പീസ് പട്ടയും അതുപോലെ ഗ്രാമ്പും ഒരു ബേ ലീഫും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ കുറച്ച് വലിയ ജീരകം കൂടെ ഇടുന്നുണ്ട് കേട്ടോ, ഒരു മണത്തിന്. അത് ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ഇനി സവാള ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് കുറച്ച് നേരം ആവും.
നമ്മൾ ക്ഷമയോടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് നമ്മൾ എരിവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാൻ റൈസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുപോലെ ബീഫിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് മാത്രമേ ഞാൻ ചേർക്കുന്നത്. അത് നോക്കിയിട്ട് വേണം ഇടാൻ കേട്ടോ, ഓവറായി പോവരുത്. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബീഫ് ഇട്ട ശേഷം ഉപ്പ് നോക്കിയിട്ട് ഇട്ടാലും മതി, ഈ സമയത്ത് ഇടണമെന്നില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഉള്ളി ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അപ്പോഴേയും ബീഫിൻ്റെ കൂടെ ചേർത്തത് കൊണ്ട് തന്നെ ഇപ്പം 1 സ്പൂണേ ചേർക്കുന്നുള്ളൂ. ടോട്ടൽ 2 സ്പൂണായിട്ടോ. അപ്പോൾ അത് വഴറ്റിയ ശേഷം നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതൊന്നും ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ തക്കാളി ആയതുകൊണ്ട് തന്നെ 2 എണ്ണം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്ന് മതിയാവും. 1/2 കിലോ റൈസ് ആയതുകൊണ്ടാണ് ഒരുപാടൊന്നും ചേർക്കാത്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 തക്കാളി എടുത്ത് അതും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ സിമ്മാക്കി വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബീഫ് നോക്കുന്നുണ്ട് കേട്ടോ. ബീഫ് വെന്തോന്ന് നോക്കാനായിട്ട് തുറന്ന് നോക്കുന്നുണ്ട്. 7 വിസിൽ വന്നിട്ടുണ്ട്. നമ്മൾ 10 മിനിറ്റോളം 10-15 മിനിറ്റ് ദമ്മും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് വെന്തിട്ടുണ്ട്. ഈ വെള്ളം ആവശ്യമാണ് കേട്ടോ ഇതിന്. അപ്പോൾ നമുക്ക് ദമ്മിടുമ്പോൾ ഈ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിയും നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫിൻ്റെ കറി ഉണ്ടല്ലോ, അതങ്ങനെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം മറന്നത്, തൈരാണ്. തൈര് കൂടെ ചേർക്കണം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന തൈരാണെങ്കിൽ, കടയിൽ നിന്ന് വാങ്ങുന്ന തൈരാണെങ്കിൽ അധികം പുളി ഉണ്ടാവില്ല. ഇതിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് നല്ല പുളി ആയതുകൊണ്ട് ഞാൻ അധികം ഇട്ട് കൊടുക്കുന്നില്ല. 1 സ്പൂണേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിയതാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇനിയും നമ്മൾ ദമ്മിടുന്ന സമയത്ത് ആവശ്യമുണ്ട്. ഇപ്പോൾ കുറച്ചിട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് കൂടെ നമ്മളതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. ഇത് ബീഫ് മാത്രമല്ല, ചിക്കനും മട്ടനും എഗ്ഗും ഒക്കെ ഈ ടൈപ്പിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. എഗ്ഗിൽ നമ്മൾ കുറച്ച് വെള്ളം എക്സ്ട്രാ ചേർക്കണമെന്നേ ഉള്ളൂ. അപ്പം നമുക്കിതാ നമ്മുടെ ബീഫും നമ്മുടെ ഉള്ളിയും കൂടെ എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിട്ട് വയ്ക്കാം. ദമ്മിന് ആവശ്യമായത് റൈസ് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് പതുക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ സിമ്മാക്കി വെക്കണം. ഒന്നുകിൽ ഇത് സിമ്മാക്കി വെക്കണം, അല്ലെങ്കിൽ നമ്മൾ വേറൊരു പാനിൽ ഈ പാത്രം വെക്കണം. അപ്പം ഞാൻ സിമ്മാക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ റൈസ് അതിൻ്റെ മേലെ നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് അടുക്കി പിടിക്കൊന്നുമില്ല കേട്ടോ, അടിയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അതുകൊണ്ട് അടുക്കി പിടിക്കൊന്നുമില്ല. അപ്പം നമുക്ക് മുഴുവനായിട്ട് ഞാൻ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഓൾറെഡി സവാള നല്ലപോലെ വഴറ്റി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് ഇതിൻ്റെ മുകളിൽ ഇടാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ മല്ലിയില ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് നെയ്യാണ്. നെയ്യ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട. പിന്നെ കളറ് വേണമെന്നുള്ളവർക്ക് കുറച്ച് പാലിൽ മഞ്ഞപ്പൊടിയോ അങ്ങനെ ചേർത്തിട്ട് ഇട്ട് കൊടുത്താലും കളറ് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ പ്രത്യേകിച്ച് കളറിനൊന്നും വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നെയ്യിട്ടിട്ട് ഇനി അടച്ച് വെക്കുന്നുണ്ട്. ഇനി ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ അതങ്ങനെ ഒന്ന് കിടക്കട്ടെ, ഓപ്പൺ ചെയ്യാണ്ട് നോക്കണം. അപ്പോൾ ഇതാ ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം നമ്മുടെ ബിരിയാണി റെഡിയായാൽ നോക്കാം. ഏകദേശം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 രീതിയിലെടുക്കാം. ഒന്നുകിൽ എല്ലാം കൂടെ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ മേലെ മാത്രം നമ്മൾ റൈസ് മാത്രം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടിയിലെ ബീഫ് നമുക്ക് സെപ്പറേറ്റ് പോലെ കഴിക്കാം. എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ നമുക്കിത് അടുക്കി പിടിക്കുക ഒന്നുമില്ല. ചൂടാറുമ്പോൾ ഇത് നല്ലപോലെ സെറ്റാവും കേട്ടോ. ഈ ചൂടിൽ കഴിക്കാതെ കുറച്ചൊന്ന് ചൂടാറി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാം. പുതിയ ചാനലല്ല, ഓൾറെഡി മോണിറ്റൈസ്ഡ് ആയിട്ട് പോയ ചാനലാണ്. അപ്പോൾ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.